കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ ഇത് പുഷ്പിക്കാറുണ്ടല്ലോ. അപ്പോഴും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നലെ യാദൃശ്ചികമായി ഞാൻ ഓഫീസിൽ നോക്കുമ്പോൾ അതെ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാവി നിറമാണ്. ഇതിന്റെ പുഷ്പം എന്ന് പറഞ്ഞാൽ ചുവപ്പല്ല, ഓറഞ്ചല്ല, കാവി നിറമാണ്. കടമ്പ് പൂത്ത സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 10-20 ദിവസങ്ങൾക്ക് മുൻപൊരു വീഡിയോ സംപ്രേഷണം ചെയ്തിരുന്നു. കണ്ണശ മിഷൻ സ്കൂളിൽ ശ്രീ ആനന്ദ് കണ്ണശയോടൊപ്പവും അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തിയത് ഇതെൻ്റെ മകൻ അദ്വൈതാണ്, എൻ്റെ അനന്തരാവകാശിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും അച്ഛൻ്റെ ഉത്തരവാദിത്വം മണ്ണിൽ കാണുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ കണ്ണശ മിഷൻ സ്കൂളിൽ വന്നിരിക്കുന്നത് ഇവിടെ കർക്കിടക മാസത്തിൽ പൂത്ത ഒരു വിശിഷ്ടാതിഥിയെക്കുറിച്ച് പറയാനാണ്. നമുക്കറിയാം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന അവസരത്തിൽ സീതയെ കൊണ്ടുപോയി ഇരുത്തിയ ഒരു വൃക്ഷം രാമായണത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു വൃക്ഷമുണ്ട്, ശിംശുഭ വൃക്ഷം. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ശിംശുഭ വൃക്ഷത്തിൻ്റെ ഒരു ശിംശുഭ വൃക്ഷമുണ്ട് ഇവിടെ. ആ വൃക്ഷം കർക്കിടക മാസത്തിൽ പൂവിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അന്ന് നമ്മൾ കടമ്പ് പൂത്തതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ഒരുപാട് പേർക്ക് ഒത്തിരി സന്തോഷമായിട്ട് പലരും പറഞ്ഞു, ഞങ്ങളിതൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഒരുപാട് പേർക്ക് പരിചയമുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മറ്റൊരു അപൂർവ വൃക്ഷം, സാറിന് ശരിക്കും അഭിമാനിക്കാം. കാരണം അങ്ങ് ഇവിടെ ഇത്തരം വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനൊരു അവസരം ഉണ്ടായത്. ഇതാണ് ശിംശുഭ വൃക്ഷത്തിന്റെ പൂവ്, വളരെ മനോഹരമായ പൂവ്. വാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊഴിഞ്ഞു പോയി. ഇന്നലത്തെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇന്ന് ഇത്രയെങ്കിലും അവശേഷിച്ചത് ഭാഗ്യമാണ്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത് കാണാൻ കഴിയില്ലായിരുന്നു, പൂർണ്ണമായും നശിച്ചുപോയി. താഴെ നോക്കാം. ഇന്നലെയാണത് വിരിഞ്ഞത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഞാനിതിൽ കാണുന്നത് ഇതിനൊരു ദൈവിക പരിവേഷമൊന്നും ഇതിഹാസത്തിൽ പറയുന്നില്ല. ശ്രീരാമനിൽ നിന്നും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണൻ ദേവിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിലിരുത്തുമ്പോൾ ആ ഉദ്യാനത്തിലൊരു വൃക്ഷച്ചുവട് എന്നുള്ളതിനപ്പുറം ശിംശിപ്പ വൃക്ഷച്ചുവട്ടിലിരുത്തി എന്നുള്ളതിനപ്പുറം ഒരു ദൈവിക പരിവേഷമൊന്നും ശിംശിപ്പയ്ക്ക് ഇല്ല, അവകാശപ്പെടാനില്ല. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് കർക്കിടകം 1 അല്ലെങ്കിൽ കർക്കിടക മാസം ആദ്യം തന്നെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഇത് പൂക്കുന്നു എന്നുള്ളതാണ്. അതിന് മുൻപും അതിന് ശേഷവും അത് പുഷ്പിക്കുന്നില്ല. 1-2 കുലപ്പൂക്കൾ മാത്രമേ ഇതിലുണ്ടാവുന്നുള്ളൂ, നിറയെ പൂക്കൊന്നുമില്ല. ഞാൻ ഈ വൃക്ഷത്തിന് കാണുന്ന, പക്ഷെ മറ്റുള്ളിടത്തെ അവസ്ഥ എനിക്കറിയില്ല. കേരളത്തിൽ പലയിടത്തും ഒരുപക്ഷെ ക്ഷേത്രങ്ങളിലോ പല ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ഉണ്ട്. നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണോ പുഷ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പരിശോധിച്ചു, എവിടെയെങ്കിലും ഒരു മുട്ടുണ്ടോ ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ ഇത് പുഷ്പിക്കാറുണ്ടല്ലോ. അപ്പോഴും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നലെ യാദൃശ്ചികമായി ഞാൻ ഓഫീസിൽ നോക്കുമ്പോൾ അതെ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാവി നിറമാണ്. ഇതിൻ്റെ പുഷ്പം എന്ന് പറഞ്ഞാൽ ചുവപ്പല്ല, ഓറഞ്ചല്ല, കാവി നിറമാണ്. ഇതൊക്കെ അതിനൊരു പ്രത്യേകതയായി ഞാൻ കാണുന്നു. പ്രത്യേകത എന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും ശ്രീരാമനും സീതയും രാമായണവും ഒക്കെ ഒരു കാവ്യവൽക്കരണം എന്നുള്ള ഒരു ആദികാവ്യമായ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ട, വാൽമീകിയാൽ പരാമർശിക്കപ്പെട്ട ഒരു വൃക്ഷം. അതിനങ്ങനെ കണ്ടാൽ മതി. ആദികാവ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ കാവ്യം തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പരാമർശിക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഒരു തൈ എൻ്റെ സ്കൂളിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് തിരുമലയിൽ താമസിക്കുന്ന പോൾ തോമസ് ആണ് എനിക്കിതിൻ്റെ വൃക്ഷത്തൈ തരുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതിഹാസ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു, അനന്ത എൻ്റെ കയ്യിൽ 2 വൃക്ഷമുണ്ട്, ഒരെണ്ണം തരാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇതിൻ്റെ ഒരു ചെടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അവിടെ പൂക്കുന്നുണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല കേട്ടോ, സത്യമായിട്ടത് ചോദിച്ചില്ല. ഞാൻ ഈ പുഷ്പിക്കുന്ന കാര്യം, പിന്നെ പോള് ഇതിനെ ബോൺസായി പോലെ ചെടിച്ചട്ടിയിലാണ് നിലനിർത്തിക്കുന്നത്, ഭൂമിയിൽ നടന്നില്ല. അവൻ തിരുമല കുറച്ച് ഭൂമിയുള്ള വീടാണ്, അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഞാൻ ചോദിക്കണം, ഇനി ചോദിക്കണം. പക്ഷെ തീർച്ചയായിട്ടും അയാൾ തന്ന ആ ശിംശിപ്പയ്ക്ക് അമ്മയായി നട്ടത്. ഇത് അച്ഛനും അമ്മയും കൂടെ വന്നിട്ടാണ് ഇതിൻ്റെ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അഗസ്ത്യഹൃദയം ഔഷധത്തോട്ടത്തിൻ്റെ 1-ാം വർഷത്തിൽ, അതിൻ്റെ വാർഷികം 1-ാം വാർഷികത്തിന് അമ്മയും അച്ഛനും സുശീല നായർ സാറും എൻ്റെ അമ്മ വസന്തകുമാരിയും കൂടി ചേർന്നാണ് ഈ വൃക്ഷം ഇവിടെ നടുന്നത്. അങ്ങനെയും അച്ഛൻ ഇന്ന് മരിച്ചിട്ട് 4 വർഷം കഴിയുന്നു. 4 വർഷം കഴിയുമ്പോഴും അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നട്ടത് എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഇഷ്ടം കൂടി എനിക്ക് ഈ വൃക്ഷത്തോടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ പിള്ളേർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതിഹാസ വൃക്ഷം, ശിംശിഭ വൃക്ഷ ചുവട്ടിൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് തന്നെയുണ്ട്. അപ്പോൾ ആ വൃക്ഷം എൻ്റെ മുറ്റത്തുണ്ട് എന്നുള്ളൊരു അഭിമാനം, സന്തോഷം തീർച്ചയായിട്ടും. അദ്ദേഹം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിൽ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിലെ ഒരു നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ഇതൊക്കെ എത്തണം എന്നുള്ള ആ ഒരു വാശിയും കൂടെ ആയിരിക്കാം. എന്തായാലും ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് എത്തിക്കും.